തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലും പൂണ്ടിയിലും ഒക്കെ പോകുന്ന ചിലർ കുതിരത്താലി എന്ന ചെടിയെ പരിചയപ്പെടുത്തുന്ന വീഡിയോകളും റീലുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഹോഴ്സ് റാഡിഷ് എന്നാണ് കുതിരത്താലിയുടെ ഇംഗ്ലീഷ് പേര്. അർമൊറാസിയ റസ്റ്റിക്കാന എന്നാണ് അതിന്റെ ശാസ്ത്രനാമം. നമ്മുടെ കടുകില്ലേ, കടുകിന്റെ ഒക്കെ കുടുംബമാണ് ബ്രാസിക്കേസി. ഈ കുടുംബത്തിലെ അംഗമായ റാഡിഷിന്റെ ഒക്കെ ബന്ധുവായ ഒരു സസ്യമാണ് ഹോഴ്സ് റാഡിഷ്. ഒരു സ്പൈസ് എന്നുള്ള നിലയ്ക്ക് പ്രധാനമായും യൂറോപ്പിലും ഏഷ്യയിലുമൊക്കെയാണ് കുതിരത്താലി കൃഷി ചെയ്യാറുള്ളത്. കുതിരത്താലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്നാൽ അതിന്റെ മൂക്കിലേക്ക് തുളച്ചു കയറുന്ന, മൂക്ക് തുറപ്പിക്കുന്ന രൂക്ഷഗന്ധമാണ്. കുതിരത്താലിയിൽ അടങ്ങിയിട്ടുള്ള ഒരു രാസവസ്തുവാണ് സിനിഗ്രിൻ. ഗ്ലൂക്കോസിനോളേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു രാസവസ്തുവാണ് ഇത്. ഈ ചെടിയുടെ ഭാഗങ്ങൾ കയ്യിലെടുത്ത് തിരുമുകയോ ചതയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സിനിഗ്രിൻ വിഘടിക്കുകയും അലൈൽ ഐസോതയോസൈനേറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. കുതിരത്താലിയുടെ രൂക്ഷഗന്ധത്തിന് പിന്നിലുള്ള കാരണം ഈ പറഞ്ഞ അലൈൽ ഐസോതയോസൈനേറ്റ് ആണ്. സിനിഗ്രിനെ അലൈൽ ഐസോതയോസൈനേറ്റ് ആക്കി മാറ്റുന്നത് മൈറോസിനേസ് എന്ന എൻസൈമാണ്. ഹോഴ്സ് റാഡിഷിനെ പോലെയുള്ള സസ്യങ്ങളുടെ ഭാഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ ചതവോ ഉണ്ടാകുമ്പോൾ കോശങ്ങൾ പൊട്ടുകയും സിനിഗ്രിനും മൈറോസിനേസും അടുത്തടുത്ത് വരികയും ചെയ്യും. ഇത്തരം ഘട്ടങ്ങളിൽ മാത്രമേ സിനിഗ്രിനിൽ നിന്ന് അലൈൽ ഐസോതയോസൈനേറ്റ് ഉണ്ടാവുകയുള്ളൂ. ഈ രാസവസ്തുക്കൾ ശരിക്കും ഇത്തരം സസ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത ഒരു കെമിക്കൽ ബോംബ് തന്നെയാണ്. കുതിരത്താലിയെ കൂടാതെ ബ്രാസിക്കേസി ഫാമിലിയിൽ വരുന്ന വസാബി, കടുക് എന്നിവയിലും സിനിഗ്രിൻ അടങ്ങിയിട്ടുണ്ട്. ഹോഴ്സ് റാഡിഷ് എന്ന പേരിലെ ഹോഴ്സ് എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കുതിര ശക്തിയുടെ പ്രതീകമാണല്ലോ. ഏതാണ്ട് അതുപോലെ അതിശക്തമായ രൂക്ഷഗന്ധമുണ്ടാക്കുന്നത് കൊണ്ടാണ് ഹോഴ്സ് റാഡിഷിനെ അങ്ങനെ വിളിക്കുന്നത് എന്ന് പറയപ്പെടുന്നു.